പരീശന്മാരാ, ഞങ്ങൾക്ക് എന്തു വേണ്ട? മാനസാന്തരം എന്ന് പറയുന്ന ഒരു സാധനമേ ഞങ്ങൾക്ക് വേണ്ട പാസ്റ്ററെ. ഞങ്ങൾ ആരാന്നാ പാസ്റ്റർ വിചാരിച്ചേ? ഞങ്ങളുടെ അപ്പനെ പാസ്റ്റർ അറിയാമോ? ഞങ്ങളുടെ വല്യപ്പച്ചനെ അറിയാമോ? അബ്രഹാം നിങ്ങൾക്ക് പിതാവായിട്ടുണ്ടെന്ന് ഉള്ളം കൊണ്ട് പറഞ്ഞ് അഹങ്കരിക്കരുത്. വല്യപ്പച്ചന്റെ കെയർ ഓഫിൽ അഹങ്കരിക്കാനുള്ള സ്ഥലമല്ല സഭ. വല്യപ്പച്ചന്റെ പേര് പറഞ്ഞ് സകല അധികാരങ്ങളും പിടിച്ചെടുത്ത് പോക്കറ്റി വെക്കാനുള്ള സ്ഥലമല്ല സഭ. ആൻസസ്റ്റർ ഹോം അല്ല, വെൽത്ത് അല്ല, പാരമ്പര്യ സ്വത്തല്ല സഭ. യേശു തന്റെ രക്തം കൊണ്ട് വീണ്ടെടുത്ത ജീവനുള്ള സഭയായത്. അവർ പറയുക, അബ്രഹാം ഞങ്ങൾക്ക് ആരാ? പിതാവായിട്ടുണ്ടെന്ന് ഉള്ളം കൊണ്ട് പറഞ്ഞ് അഹങ്കരിക്കരുത്. നിനക്ക് ദൈവരാജ്യത്തിൽ കയറണമെങ്കിൽ റിപ്പന്റ്. അത് ഞങ്ങളുടെ പപ്പ, ഞങ്ങളുടെ മമ്മി, ഒത്തിരി കരയുന്ന മമ്മി. എടാ, നീ തുള്ളാതെ നീ കരയാറുണ്ടോ? നീ ഡാൻസ് കാണിക്കാതെ ഒരു സാക്ഷി പറ. ഇന്ന് രാവിലെ 1 മണിക്കൂർ ഞാൻ ദൈവസന്നിധി കരഞ്ഞെന്ന് പറയാൻ പറ്റുമോ? മമ്മി കരഞ്ഞത് സ്റ്റോപ്പ് ഇറ്റ്. അപ്പച്ചന്റെയും വല്യപ്പച്ചന്റെയും കണ്ണുനീരിനെ കുറിച്ച് പറയുമ്പോൾ നാളെ നിന്റെ കൊച്ചുമക്കൾ എഴുന്നേറ്റ് എന്താ പറയണം? എന്റെ പപ്പ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞങ്ങളുടെ വല്യപ്പച്ചൻ കരയുന്നയായിരുന്നെന്ന്. അവനിങ്ങനെ കുറച്ച് പറയും, എൻ്റെ അപ്പച്ച പറഞ്ഞു ഇങ്ങനെ വലിയ പപ്പ കരയുമായിരുന്നെന്ന്. പക്ഷെ എൻ്റെ പപ്പ കരഞ്ഞ് ഞാൻ എന്ത് ചെയ്തിട്ടില്ല. കുഞ്ഞുങ്ങൾ നമ്മുടെ കണ്ണുകളിലേക്ക് നോക്കും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകണം. ദൈവത്തിന്റെ സഭയിൽ അതാ ദൈവം ആഗ്രഹിക്കുന്നത്. അവർ പറയുന്നു, ഞങ്ങൾക്ക് എന്തു വേണ്ട? മാനസാന്തരം വേണ്ട. ഞങ്ങൾ അബ്രഹാമിന്റെ കൊച്ചുമക്കളാ. 4000 വർഷത്തെ പഴക്കമുള്ള അബ്രഹാമിന്റെ കൊച്ചുമകന്റെ വീട്ടിൽ വന്ന് യേശു നിന്നിട്ട് പറയുക, ഇന്ന് ഈ വീടിന് ഞാൻ ഈ വീട്ടിൽ കാലുകുത്തിയതാടാ നിന്റെ രക്ഷയ്ക്ക് കാരണം. അബ്രഹാം നിന്റെ വല്യപ്പച്ചനായതല്ല. ഞാൻ ഒരു കാര്യം പറയാം, ദൈവരാജ്യത്തിന്റെ വാതിക്ക ചെല്ലുമ്പോൾ ദൈവം ചോദിക്കുന്ന ചോദ്യം ഇതായിരിക്കത്തില്ല, ഹൂ ഈസ് യുവർ ഫാദർ എന്നല്ല, ഇൻ ഹൂം ഈസ് യുവർ ഫെയ്ത്ത്. അപ്പനാരാന്നല്ല ചോദിച്ചിട്ടല്ല അങ്ങോട്ട് കയറ്റാൻ പോകുന്നത്, നിന്റെ വിശ്വാസം ആരിലാ.